വട്ടപ്പാറ സർവീസ് റോഡിനു വേണ്ടി വളാഞ്ചേരി മുനിസിപ്പൽ ചെയർമാൻ ഒരു യോഗം വിളിച്ചു ചേർക്കുകയും സർവകക്ഷി യോഗത്തിൽ വെച്ച് മുനിസിപ്പൽ ചെയർമാനും എന്നെ സെക്രട്ടറിയുമാക്കിക്കൊണ്ട് ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു. സ്വാഭാവികമായും ഒരു ജനകീയ ആവശ്യത്തിനു വേണ്ടി ഉണ്ടാക്കിയ സർവകക്ഷി രാഷ്ട്രീയ കക്ഷികളുടെയും യോഗത്തിൽ വെച്ചുണ്ടാക്കിയ കമ്മിറ്റിയിൽ എല്ലാവരും ഉണ്ടായിരുന്നു. ആ കമ്മിറ്റിയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആ കമ്മിറ്റിയിലുണ്ടായി. ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ ചെയർമാനും എംപിയും കൂടി കോട്ടക്കൽ വെച്ചൊരു പ്രസ്താവന വന്നു. ആ യോഗത്തിന് പോകുന്നതോ അല്ലെങ്കിൽ അതിന്റെ എന്തെങ്കിലും കാര്യങ്ങളോ പിന്നീട് ഒരു ചർച്ചയോ ഒരു സംസാരമോ ഞങ്ങളോട് ഉണ്ടായിട്ടില്ല. അവിടെ വെച്ച് ചെയർമാൻ കൊടുത്ത പത്രസമ്മേളനം ഇപ്പൊ വേണമെങ്കിൽ ലൈവായിട്ട് കാണിക്കാം. ദേശീയപാത അതോറിറ്റി സർവീസ് റോഡ് എന്ന ആവശ്യം അംഗീകരിച്ചിരിക്കുന്നു. ഒരു 3 മാസത്തിനുള്ളിൽ അതിന്റെ പണി ആരംഭിക്കും. ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർമാനും എംപിയും ഒക്കെ അതിനു വേണ്ടി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം ഉണ്ടായതെന്നും അന്ന് ചെയർമാൻ അവകാശപ്പെട്ടു എന്ന് മാത്രമല്ല പത്രസമ്മേളനത്തിൽ ജനങ്ങളോട് പറഞ്ഞു. കുറച്ചു ദിവസം മുമ്പേ പത്രക്കാർക്ക് അറിയാം, നിങ്ങൾക്കൊക്കെ അറിയാം, KNRC എന്ന ഈ ദേശീയപാതയുടെ പണി ഏറ്റെടുത്ത ഒരർത്ഥശങ്കയ്ക്കും ഇടയില്ലാതെ പറഞ്ഞു, വളാഞ്ചേരിയിലേക്ക് വട്ടപ്പാറയിൽ നിന്നുള്ള സർവീസ് റോഡ് ഇറങ്ങുന്നത് ഞങ്ങൾ പണിയില്ല, കാരണം അതിനുവേണ്ടി പുതിയ സ്ഥലം ഏറ്റെടുത്ത് തരണം. സർക്കാർ അങ്ങനെ സ്ഥലം ഏറ്റെടുത്ത് തരികയാണെങ്കിൽ ഞങ്ങൾ അതിനെ സംബന്ധിച്ച് പുനരാലോചിച്ച് പണി ഏറ്റെടുക്കാം എന്നാണ് KNRC അറിയിച്ചത്. അപ്പോഴും ചെയർമാനും എംപിയും MLA ഒക്കെ അവകാശപ്പെട്ടത് ഇതാ സർവീസ് റോഡ് വരുന്നേ എന്നാണ്. സ്വാഭാവികമായും ഈ ആക്ഷൻ കമ്മിറ്റിയെ പോലും അറിയിക്കാതെയും ഈ 3 മാസത്തോളം ആക്ഷൻ കമ്മിറ്റിയോടൊന്ന് ആലോചിക്കുകയോ കൂടുകയോ ചേരുകയോ ചെയ്യാതെയും ജനങ്ങളെ പറ്റിക്കുന്ന വെറും പ്രസ്താവന ഇറക്കുന്ന പണിയാണ് ചെയർമാനും എംപിയും MLAയും ഒക്കെ ചെയ്തത്. നേരത്തെ ബഹുമാനപ്പെട്ട വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ 3 മാസമാണെന്നാ തോന്നുന്നില്ല എന്ന് പറഞ്ഞത്. 3 മാസത്തിന്റെ ഉള്ളിൽ യാഥാർത്ഥ്യമാകും അങ്ങനെ എന്തോ ആണെന്ന് പറഞ്ഞെന്ന് തോന്നുന്നത്. അപ്പൊ അത് എന്ത് ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അത് പറഞ്ഞത് എന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലായിട്ടില്ല. അന്ന് എനിക്ക് തോന്നുന്നത് ജൂലൈ മാസം 2-ാം തീയതി വട്ടപ്പാറ മേലെയുള്ള ചില ആളുകൾ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ ഒരു സൈഡിൽ കൂടെ അങ്ങനെ വളാഞ്ചേരിയിലേക്ക് ഓപ്പോസിറ്റിലൂടെയാണ് വാഹനങ്ങൾ ഇറങ്ങിയിരുന്നത്, ഈ സൈഡിൽ അടക്കാൻ വേണ്ടി പോവാണ് എന്നുള്ള വിവരം കിട്ടിയപ്പോൾ വട്ടപ്പാറയിലും കാവുമ്പുറത്തും അതുപോലെ തന്നെ വടക്കേറുമ്പോഴുള്ള ആളുകളുമായി നമ്മൾ അവിടെ ചെന്ന സമയത്ത് അവർ കമ്പി കൊണ്ട് കെട്ടിയിരുന്നു. ഫോൺ കീ ചെയ്യാനുള്ള നടപടിയായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ അവരെ കൂട്ടി തടുത്തു. അപ്പൊ ഞങ്ങൾക്കുള്ള സർവീസ് റോഡ് എവിടെയെന്ന് ചോദിച്ചപ്പോൾ അവർ പറയാണ്, നിങ്ങൾ കഞ്ഞിപ്പുര വഴി വന്നോളൂ, അല്ലെങ്കിൽ വളാഞ്ചേരി ഒണിൽപ്പാലം വഴി ഇനി കാവുമ്പുറത്തേക്ക് വരേണ്ടി വരും എന്നാണ് അറിയിച്ചത്. അപ്പൊ ആ സമയത്താണ് സത്യത്തില് ഞാൻ അറിഞ്ഞിട്ടുള്ളത്, വളാഞ്ചേരിയിലുള്ള ആളുകൾ അറിഞ്ഞിട്ടുള്ളത് അന്ന്. അപ്പൊ ആ സമയത്ത് തന്നെ അവിടുത്തെ എല്ലാവരും കൂടി ഈ ചാനലിന്റെ പ്രതിനിധി ജിഷാദിനെ വിളിച്ചു വരുത്തി അന്ന് ഈ വിവരം നമ്മളവിടെ പറയുകയുണ്ടായി. അതിന് ശേഷം ഒരു സർവകക്ഷി യോഗം സർവകക്ഷിയുടെ നേതൃത്വത്തില് അവിടെ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുകയുണ്ടായി. അപ്പൊ അന്നും വളരെ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കുമെന്ന് അന്ന് പറയുകയുണ്ടായി. പിന്നീട് സർവകക്ഷി വിളിച്ചു ചേർക്കുകയുണ്ടായി. പിന്നീട് ഞാൻ മനസ്സിലാക്കുന്നത് സർവകക്ഷി ഒന്നും അറിയാതെ തന്നെ കോട്ടക്കലിൽ മീറ്റിംഗ് നടക്കണേ, MLA ഉണ്ടായിട്ടില്ല, MP-യും നഗരസഭാ ചെയർമാനും ബന്ധപ്പെട്ട ആളുകൾ അവിടെ പങ്കെടുക്കുന്ന ഉറപ്പുകൾ നൽകുന്നത്. വളാഞ്ചേരിയിലെ ആളുകളോട് പറയുന്നത് 3 മാസത്തിന്റെ ഉള്ളിൽ ഇത് യാഥാർത്ഥ്യമാകുമെന്ന് പറയുന്നത്. പിന്നീട് നമ്മളിങ്ങനെ കാത്തു നിൽക്കുകയാണ് ഇതിപ്പോ വരും വിചാരിച്ചത്. അപ്പോഴും മനസ്സിലാകുന്നത് അങ്ങനൊന്നും ഉറപ്പ് കിട്ടിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. അങ്ങനെ ഒരു ഉറപ്പ് കിട്ടിയിരുന്നെങ്കിൽ അത് രേഖാമൂലം അറിയിക്കുമായിരുന്നു. ഈ നിമിഷം വരെ അങ്ങനെ 3 മാസം കൊണ്ട് പണി തീരുമെന്നോ അല്ലെങ്കിൽ പണി ആരംഭിക്കുമെന്നുള്ള ഉറപ്പ് കിട്ടിയ ഒരു രേഖ ഈ നിമിഷം വരെ അത് പൊതുസമൂഹത്തിന്റെ മുന്നിൽ സമർപ്പിക്കുവാൻ ബന്ധപ്പെട്ട ആളുകൾ തയ്യാറായി. പിന്നീട് ഇപ്പൊ അടുത്ത ദിവസം വട്ടപ്പാറ മേലെ ഒരു ബോർഡ് വന്നിട്ടുണ്ട്, റോഡ് സർവീസ് റോഡ് എന്ത് നടന്നത്. അപ്പൊ ആളുകൾ വിളിച്ച സമയത്ത് നമ്മൾ വീണ്ടും ഈ വിഷയവുമായി ബന്ധപ്പെട്ട സമയത്താണ് നമ്മൾ അറിയുന്നത് ദേശീയപാത KNRC പറഞ്ഞിട്ടുണ്ട് പുതിയ സ്ഥലം ഏറ്റെടുത്ത് തരണമെന്ന് ദേശീയപാത അധികാരികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അധികാരികൾ ആ വിവരം കലക്ടറെ അറിയിച്ചിട്ടുണ്ടെന്നുള്ള വിവരങ്ങളൊക്കെ പിന്നീടാണ് അറിയുന്നത്. എന്തായാലും ഈ വിഷയത്തില് കൃത്യമായ രീതിയിൽ ഇതിന്റെ ഓരോ വിവരങ്ങളും വളാഞ്ചേരിയിലുള്ള ആളുകളെ അവർ തെരഞ്ഞു പിടിച്ച് അന്വേഷിച്ച് പോകുമ്പോൾ മാത്രമാണ് അറിയുന്നത്. ശോഭികയിൽ പൊന്നോണം. ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കിടിലൻ കളക്ഷനുകളും ഓഫറുകളുമായി ശോഭിക വെഡിങ്സ് ഒരുങ്ങിക്കഴിഞ്ഞു. കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള ട്രെൻഡി ആൻഡ് ട്രഡീഷണൽ വസ്ത്രങ്ങളുടെ എണ്ണിയാലൊടുങ്ങാത്ത ശേഖരമാണ് ശോഭികയിൽ നിങ്ങളെ കാത്തിരിക്കുന്നത്. വരൂ, ഈ ഓണം ശോഭികയ്ക്കൊപ്പം ആഘോഷമാക്കൂ.
ശോഭിക വെഡിങ്സ് കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് എടപ്പാൾ.